നമസ്കാരം. ദ പവർ ഓഫ് ലിസണിങ് മോർ ദാൻ ടോക്കിംഗ്. കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. അതായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ ശക്തിയുള്ളവരാക്കുന്നത്. പലപ്പോഴും നാം പലരും ചെയ്യുന്നത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അവർ പറയാൻ തുടങ്ങുമ്പോഴേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും അവർ പലതും പറയത്തില്ല. നമുക്ക് പറയാനുള്ളത് കേട്ട് അവരവരുടെ വഴിക്ക് പോകും. ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളതല്ലേ. അതേസമയം നമ്മൾ ശ്രദ്ധിച്ചത് കേൾക്കുകയാണെങ്കിൽ നമുക്കൊത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. മറ്റുള്ളവർ പറയുന്നത് കൂടെ കേൾക്കുമ്പോഴാണ്, നല്ലൊരു ശ്രോതാവാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നത്, മറ്റുള്ളവർ എങ്ങനെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും അവരിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ അവരോട് സംസാരിക്കുകയും അവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ അവരെ ഉപദേശിക്കുകയും മാത്രം ചെയ്താൽ പലപ്പോഴും ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരുന്ന് കേൾക്കുക. ഏറ്റവും കുറച്ച് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ വായിൽ നിന്ന് അനാവശ്യമായ ഒന്നും പോവില്ല. എങ്കിൽ അവർ പറയുന്നത് മുഴുവൻ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തിയുള്ളതാണ്. കാരണം നമ്മൾ പറയുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ കേൾക്കാൻ ഒരാളുള്ളത് അത് വലിയ ഭാഗ്യമാണ്. പലർക്കും പലപ്പോഴും കിട്ടാത്തതും അതാണ്. അപ്പോൾ അങ്ങനെ ഒരാളായി മാറുകയാണെങ്കിൽ മറ്റു പലരും നമ്മൾ കേൾക്കുന്ന ആളാണ് എന്ന് വിചാരിച്ച് നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. കാരണം അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുന്ന ഒരാളാണ്, അവരെ കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയും. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ പഠിക്കാൻ പറ്റും, ഒത്തിരി ജീവിതങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി പക്വതയോടുകൂടി ചെയ്യാൻ കഴിയും. നിങ്ങളെല്ലാവരും ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിക്കുന്നത് കുറച്ച് കേൾവിക്കാരായി മാറുക. നല്ല കേൾവിക്കാരായാൽ ജീവിതം കുറെ കൂടെ മനോഹരമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ എല്ലാം ജീവിതം മനോഹരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.